ഹരേ കൃഷ്ണ. നമസ്കാരം. ജ്യോതിഷകൈരളിയിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മൾ ഇന്ന് വിഷുഫലത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് വിഷു. കാരണം ആദിത്യൻ മേടത്തിൽ ഉച്ചനായിട്ട് വരുന്നതും ആ ആദിത്യൻ ഉച്ചനായി വരുന്ന സമയത്തെയാണ് നമ്മൾ വിഷു നമുക്കൊരു പുതിയ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളികളെ സംബന്ധിച്ച് പുതുവർഷ ഫലം ചെയ്യുന്നൊരു ഗുണമാണ് വിഷുഫലം. അതിൻ്റെ കാരണം നമ്മുടെ ജാതകാൽ പറയുമ്പോൾ ജ്യോതിഷത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് അനുഭവ ഗുണം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കി തരേണ്ട രണ്ട് പ്രധാന ഗ്രഹങ്ങൾ വ്യാഴവും അതുപോലെ തന്നെ ആദിത്യനുമാണ്. ആ ആദിത്യനാണ് ഉച്ചനായിട്ട് വരുന്നത്. ഒപ്പം തന്നെ ആ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടി ആവുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. ഈ വിഷുഫലം പറയുമ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ കഷ്ടതയും തടസ്സവും നിരാശയും കടബാധ്യതയും ഒക്കെ ആയിട്ട് വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നന്നായിട്ടറിയാം. അതിലൊരു ചെറിയ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ജന്മത്തിലേക്ക് വ്യാഴം വന്നതിൻ്റെ ഒരു ഗുണം അവർ ഈ കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് ചെറിയ രീതിയിൽ അനുഭവിച്ചു വരുന്നു. കടങ്ങളൊക്കെ ചെറുതായിട്ട് തീർന്ന് ഒന്ന് നമ്മൾ പറയില്ലേ നടു നിവർത്തി നിൽക്കാവുന്നൊരവസ്ഥയായി വന്നിട്ടേ ഉള്ളൂ. എങ്കിലും ഈ വിഷുഫലം നന്നായിരിക്കും. കാരണം പറയുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. ഈ മിഥുനക്കൂറെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാന പാദം, അതായത് 3ഉം 4ഉം പാദം, തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാല് ഉൾപ്പെടുന്നതാണ് ഈ മിഥുനക്കൂറെന്ന് എല്ലാവർക്കും അറിയാം. മിഥുനക്കൂറിന് ഇനി അങ്ങോട്ട് സമയം നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ നിലവിലുള്ള അവസ്ഥയിൽ കർമ്മസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി നമ്മുടെ കർമ്മപുഷ്ടിയും പുതിയ ജോലി, പുതിയ അവസരങ്ങൾ, വിദേശയാത്ര, വിദേശ ഗുണം, അതുപോലെ തന്നെ പുതിയ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യുന്ന പ്ലാനും പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ ശനി നിൽക്കുന്ന പ്ലേസ് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് പലതും ഇങ്ങനെ ഗുണകരമായിട്ട് വരാതെ നിൽക്കുന്നതിൻ്റെ രണ്ട് കാരണം, ഒന്ന് നമ്മുടെ വ്യാഴൻ്റെ സ്ഥിതി ഗുണമായിട്ട് വരാത്തതുകൊണ്ട്. ഈ ജൂൺ മുതൽ വ്യാഴം 2ൽ ധനഭാവത്തിലേക്ക്, കുടുംബഭാവത്തിലേക്ക്, വാക്സ്ഥാനത്തേക്ക് വരികയാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളോട് നാക്കെടുത്ത് ചോദിച്ചാൽ പണം കിട്ടും. പുതിയൊരു പദ്ധതി ആലോചിച്ചാൽ അതിന് വേണ്ടുന്ന ധനാഗമനം വരും, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് കിട്ടും ബിസിനസ്സിൽ. നമ്മൾ നിലവിൽ ഇതുവരെയും ജീവിതത്തിൽ പ്രോഗ്രസ് വരാതിരുന്ന പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക്, അതുപോലെ തന്നെ കലാകാർക്ക്, അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക്, ഒരു ജോലിയിൽ വളരെ വർഷങ്ങളായിട്ട് ബ്ലോക്കും കഷ്ടമായിട്ട് നിന്നവർക്കെല്ലാം ഒരു ചേഞ്ച് വരുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് ഗുണകരമായ ചേഞ്ച്, പുതിയ സ്ഥാനമാനങ്ങൾ, പുതിയ ജോലി, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ ഉയർച്ച, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഗുണകരമായിട്ട് ഈശ്വരാനുഗ്രഹത്തോടെ കാര്യങ്ങൾ നടക്കുന്നൊരു കാലമാണ് ഈ വിഷു മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ കാലം. ഇനി അതിൽ മറ്റൊന്നുകൂടി പറയാം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്ക് ഉള്ള കാര്യങ്ങളിൽ സർക്കാർ മേഖലയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ആനുകൂല്യങ്ങൾക്കോ ലോണിനോ അല്ലെങ്കിൽ രേഖകൾക്കോ സമീപിച്ചാൽ പെട്ടെന്ന് ഗുണകരമായി കിട്ടും. ഭൂമിപരമായ കാര്യങ്ങൾ ഗുണം ചെയ്യും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബന്ധപ്പെട്ടവർക്ക് ഗുണം ചെയ്യും. പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ഗുണമാണ്. വസ്തു വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ അതിലൂടെ ഉള്ള ഇടപാടുകൾക്കെല്ലാം ഗുണം വരുന്ന സമയമാണ്. നമ്മുടെ എങ്ങനെ പറയും, പുതിയ വീട് പണിയോ വീടിന് മെയിൻ്റനൻസോ ഒക്കെ ചെയ്യാം, പുതിയ വീട് വയ്ക്കാം, ഇതിനൊക്കെ സമയം നല്ലതാണ്. അതുപോലെ തന്നെയാണ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമയം നല്ലതാണ്. കാരണം പഠനപരമായ കാര്യങ്ങളിൽ നല്ല പ്രോഗ്രസ്സും, ഉപരിപഠനം, വിദേശയാത്ര, ഇതൊക്കെ ഗുണകരമായിട്ട് വരും. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നല്ല, അതായത് അനുഗുണമായ സമയമാണ്. പരീക്ഷ എഴുതിയാൽ നല്ല മാർക്കോടെ വിജയിക്കാൻ കഴിയും. അവർക്ക് ഒരു എന്ത് പറയാൻ, അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് ചോദ്യം കിട്ടുക, ഇതാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്ക് ഭാഗ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ഭാഗ്യമുള്ള സമയത്ത് ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോയ സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ആ പഠിച്ച പോർഷനിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട്, അതുപോലെ നമുക്ക് ഭാഗ്യം ഗുണം വരുന്ന സമയമാണ് പരീക്ഷകൾ വിജയിക്കും. അതുപോലെ തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വളരെ ഗുണകരമായ കാലമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വ്യാഴം 2ലേക്ക് വരിക എന്ന് പറയുമ്പം വാക്ക് കൊണ്ട് നമുക്ക് ഗുണം ചെയ്യും. കുടുംബത്തിൽ ഐശ്വര്യവും മംഗല്യമോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ പ്രധാനപ്പെട്ട കുടുംബത്തിലെ നടക്കേണ്ട ഭാഗ്യ അനുഭവങ്ങളുള്ള കർമ്മങ്ങളൊക്കെ ഇപ്പം നടത്തിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ധനം, പല വഴിയിൽ ധനാഗമനത്തിനുള്ള വഴികൾ വരും. അത് ഫ്രൂട്ട്ഫുൾ ആക്കി എടുക്കേണ്ട നമ്മളെ മിടുക്കാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ പ്രത്യേകം പറയാറുണ്ട്, ജ്യോതിഷം എന്ന് പറയുന്നത് ഈ പ്ലാനറ്റുകളിലൊന്നും തന്നെ, ഈ ഗ്രഹങ്ങളൊന്നും തന്നെ നമ്മളൊന്നും ദോഷം ചെയ്യുന്നില്ല. അവരാരും ഒരു പാപവും ചെയ്യുന്നവരല്ല. പിന്നെ എന്താണ്, അവരുടെ സ്വാധീനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ ഇടപാടുകളിൽ, നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും വ്യാപാരങ്ങളിൽ വരുന്ന ഗുണദോഷങ്ങളാണ് നമ്മളെ എപ്പോഴും പിന്നെ വിജയവും തോൽവിയും ഉണ്ടാക്കി തരുന്നത്. അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു യാത്രയ്ക്കുള്ള, ജീവിതയാത്രയിലുള്ള ഗൈഡ് ലൈൻ മാത്രമാണ്, വഴികാട്ടി മാത്രമാണ്. അതിൽ നമ്മൾ ഓരോ പ്ലാനറ്ററി പൊസിഷൻ മോശമായിട്ട് നിൽക്കുമ്പം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സംയമനവും എടുത്തുചാട്ടം ഒഴിവാക്കുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല പ്ലാനിങ്ങും ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്യുന്ന ആൾ ജീവിതത്തിൽ വിജയിക്കും. അതായത് ഞാൻ ഒറ്റ വാക്കിൽ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് വ്യക്തികൾ വളരെ ബിസിനസ് ചെയ്ത് വിജയിച്ചു പോകുന്നു. അവരെന്ന് ഈ ഈ പ്ലാനറ്ററി പൊസിഷൻ ചെന്ന് ദോഷം ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അവരുടെ പ്ലാനിങ്ങും അവരുടെ യുക്തിയും ബുദ്ധിയും അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ മോശ സമയത്ത് ആവശ്യമില്ലാത്ത പുതിയ പദ്ധതികളൊന്നും ഏറ്റെടുക്കില്ല. ആ സമയത്ത് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കും. എന്നിട്ട് നല്ല കാലം വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തും. ആ സമയം നല്ല കാലം വരുമ്പോൾ എന്തു ചെയ്യും? അതിനനുസരിച്ച് അവരുടെ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്ത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി അതിലൂടെ ധനവും ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാക്കിയെടുക്കും. ഒരു ഭാഗ്യവും ഒരു പിന്നെ ജീവിതത്തിലെ മാറ്റവും ഒരു ഗ്രഹങ്ങളും ഒരു ഈശ്വരനും നമുക്ക് കൊണ്ടുതരില്ല. നമ്മുടെ ഫ്രീ വില്ലിൽ നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുന്നതാണ് നമ്മളെ മിടുക്ക്. ഇതിനുള്ള ഗൈഡ് ലൈൻ മാത്രമാണ് ജ്യോതിഷം. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ചാനൽ കാണുന്ന പല ആത്മമിത്രങ്ങളും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരുപാട് ബാധ്യത, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം, അല്ലെങ്കിൽ ജോലിയിൽ ഇങ്ങനെ പ്രശ്നം, എന്തുകൊണ്ടിങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതിന് പ്രധാന കാരണം നിങ്ങളുടെ ലൈഫിൽ പ്ലാനിങ്ങും യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യാത്തതുകൊണ്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ദോഷ സമയങ്ങളിൽ നിങ്ങൾ ദൈവാധീനം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഗുണസമയത്തും ദോഷസമയത്തും ഒരുപോലെ ദൈവാധീനം വർദ്ധിപ്പിച്ച് പോകുന്ന ഒരാളിന്, പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് പോകുന്ന ഒരാളിന് ഈ ദോഷങ്ങളൊന്നും ബാധിക്കത്തില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഈ നമ്മുടെ മിഥുനക്കൂറുകാരുടെ ജീവിതം ഈ വരുന്ന വിഷുഫലം മുതൽ അങ്ങോട്ട് പ്രോഗ്രസ്സാണ്. പ്രത്യേകിച്ച് ഒരു ജൂൺ കഴിഞ്ഞാൽ വളരെ ഗുണത്തിലേക്ക് വരും. ഇതുവരെയുള്ള എല്ലാ കഷ്ടകാലങ്ങളും മാറുകയാണ്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തണം. കാരണം 2ൽ ഉച്ചനായിട്ടാണ് വ്യാഴം പറഞ്ഞത്. ഉച്ചൻ എന്ന് പറഞ്ഞാൽ അനുഭവ ഗുണം തരേണ്ട, ദൈവാധീനം തരേണ്ട, ഭാഗ്യം തരേണ്ട, നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കേണ്ട വ്യാഴം 2ൽ വരിക എന്ന് വെച്ചാൽ ധനസ്ഥാനത്താണ് വരുന്നത്. നിങ്ങളുടെ കുടുംബസ്ഥാനത്താണ് പറഞ്ഞത്. കുടുംബത്തിന് ഉയർച്ചയും ധനവും ഭാഗ്യവും കൊണ്ടുതരികയാണ്. അത് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ മിടുക്കാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ ഭാഗ്യം വരികയല്ലേ, എനിക്ക് ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ കർമ്മം ചെയ്യുക, ആ കർമ്മത്തിനുള്ള പ്ലാനിങ്, അതിനുള്ള പദ്ധതികൾ, അതിനുള്ള ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്ത് അതിനെ വിജയിപ്പിച്ചെടുത്താൽ ആവും. ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ അവസ്ഥയിൽ തന്നെ പോകും. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ജ്യോതിഷം, അതുപോലെ തന്നെ ഞാൻ വലിയ പൂജകളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല. ഹോമങ്ങളും ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നമുക്ക് ജീവിതത്തിൽ ഗുണം വരണോ, നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന. ഇതൊക്കെ കൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിപ്പിച്ച് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ജീവിതം വിജയിക്കും. എന്തായാലും ഈ വിഷു ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഗുണകരമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഇത് ഉപയോഗിക്കൂ, നിങ്ങളുടെ ജീവിതം നന്നാവട്ടെ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ അതിനകത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. നമുക്ക് ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് നമ്മുടെ ഈ ചാനൽ വിജയിപ്പിച്ച് കൊണ്ടുപോകുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും വിഷു ആശംസകൾ. എല്ലാവരും നന്നായി വരട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.